ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പായസം തയ്യാറാക്കിയാലോ? പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് കേട്ടോ ഇത്. ഇൻസ്റ്റൻറ്റ് പായസം എന്ന് പറയാം. പെട്ടെന്ന് നമുക്ക് പാക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടത്തില്ലേ, അത് വെച്ച് ഞാൻ തയ്യാറാക്കിയതാണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിപ്പം 3 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 3 ലിറ്റർ പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് തിളക്കാൻ വെക്കാം. നമുക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തിളച്ച് വരട്ടെ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റിൻ്റെ സേമിയ മിക്സാണ് എടുത്തിരിക്കുന്നത്. അന്നൂസ് എന്ന കമ്പനിയുടെ ആയിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഉള്ള രീതി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ ഞാനിത് 2 പാക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളിവിടെ 1 പാക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ 1.5 ലിറ്റർ പാൽ മതി. ഞാൻ 2 കവർ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് 3 ലിറ്റർ പാലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് പഞ്ചസാരയും വെർമിസെല്ലും ചവ്വരിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ വേറെ എക്സ്ട്രാ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം അടങ്ങിയിട്ടുള്ള പാക്കറ്റാണ്. ഇപ്പോൾ നമ്മുടെ പാൽ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ആ പാലിലേക്ക് നമ്മുടെ ഈ മിക്സ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈയെടുക്കാതെ ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആകും. ഇൻസ്റ്റൻറ്റ് പായസ മിക്സാണിത്. പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇതിൽ ഓൾറെഡി പഞ്ചസാരയുണ്ട്. കറക്റ്റ് മധുരം വേണം. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ. കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ ഏകദേശം പായസമൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഏലക്കൊക്കെ ഉണ്ട്. എന്നാലും ഞാനൊന്ന് അല്പം ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പായസമൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് സിമ്മി വെക്കാം. ഇനി നമുക്കൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഇച്ചിരി നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ഇതിൽ ഓൾറെഡി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉണ്ട്. ഇതിലിടേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് ഞാൻ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നെയ്യൊക്കെ ഒന്ന് പശുവിൻ നെയ്യാണ് എടുത്തിരിക്കുന്നത്. പശുവിൻ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമ്മുടെ ഈ പായസം മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഏലക്കായും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പ്രത്യേകം ജസ്റ്റ് ഒരു ഫ്ലേവറും കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഇട്ടതേ ഉള്ളൂ. നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ചേർത്താൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടി. എന്തായാലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പായസമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.